കേരളത്തിൽ HIV പടർത്താൻ അല്ലെങ്കിൽ എയ്ഡ്സ് അതിന്റെ വ്യാപനത്തിന് വേണ്ടി കൃത്യമായ ഗൂഢാലോചന നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു. എന്താണ് സംഭവം? അതായത് നമ്മൾ കുറച്ച് നാൾ മുൻപ് ഇവിടെ കേരളത്തിൽ മുഴുവൻ കേട്ടിരുന്ന ഒരു ലഹരി വസ്തു എന്ന് പറയുന്നത് MDMA ആയിരുന്നു. ഇപ്പോൾ പക്ഷേ MDMA പറ്റിയുള്ളതല്ല. MDMA ഇപ്പോൾ അങ്ങനെ വലുതായി കേൾക്കുന്നില്ല. അതിന് പകരം ഇപ്പോൾ ഹീറോയിൻ്റെ ഒരു സാന്നിധ്യമാണ് വരുന്നത്. ഹീറോയിൻ എന്ന് പറയുന്ന ഒരു ലഹരി വസ്തുവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഇപ്പോൾ കൂടുതലായി ഇവിടെ കാണപ്പെടുന്നത്. അതിപ്പോൾ കഴിഞ്ഞ ദിവസം അത് ഇവിടെ എക്സൈസിൻ്റെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയിൽ 1 കോടി വിലയോളം ഇതുള്ള 1 കോടി രൂപയോളം വില മതിപ്പുള്ള ഈ പറയുന്ന ഹെറോയിനാണ് കണ്ടെത്തിയിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് മാത്രം കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയതിൻ്റെ കണക്കുകളാണ് ഈ പറയുന്നത്. ഇതിൽ ഈ പറയുന്ന ഈ ഹെറോയിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDMA എന്ന് പറയുന്നത് ഈ ഇഞ്ചക്ഷനിലൂടെ അല്ല, അത് പൊതുവെ അങ്ങനെയല്ല ചെയ്യുന്നത്, അത് കൺസ്യൂം ചെയ്യുന്നത്. ഇതേ സമയം ഹെറോയിൻ എന്ന് പറയുന്നത് ഇഞ്ചക്ഷനിലൂടെയാണ്, അതായത് സിറിഞ്ചിലൂടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് കുത്തിവെച്ചിട്ടാണ് അതിൻ്റെ ഒരു കൺസെപ്ഷൻ രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പലതരത്തിലുള്ള സിറിഞ്ച് ഷെയറിങ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു HIV അണുബാധയുടെ വ്യാപനത്തിനും ഇത് കാരണമാകും എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് MDMAയിൽ നിന്ന് പിന്നീട് ഇപ്പോൾ ഈ പറയുന്ന ഹെറോയിനിലേക്ക് ഒരു വ്യാപനം ഉണ്ടാകുന്നത്. അതായത് ഈ ഹെറോയിൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ടും കേട്ടിട്ടുള്ളതാണ്. കൊക്കൈൻ എന്ന ഈ ലഹരി വസ്തുവിനൊപ്പം തന്നെ കേട്ടിട്ടുള്ള പേരാണ് ഹെറോയിൻ എന്ന് പറഞ്ഞാൽ. വളരെ ഈ അടുത്ത് നമ്മൾ കേട്ടു തുടങ്ങിയ പേരാണ് MDMA എന്നുള്ള പേര്. അപ്പോൾ MDMA ഇപ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഹെറോയിൻ ഇവിടേക്ക് കേരളത്തിലേക്ക് കൊണ്ട് തള്ളുന്നത് ഇതുപോലെയുള്ള ഈ HIV പടർത്താനാണോ എന്നുള്ള സംശയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഉദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുബാറക് ഹുസൈൻ 25 വയസ്സുള്ള ആസാം സ്വദേശിയായിട്ടുള്ള മുബാറക് ഹുസൈനാണ് കഴിഞ്ഞ ദിവസം 45 ഗ്രാമുമായിട്ടുള്ള ഹെറോയിനുമായിട്ട് അറസ്റ്റിലായത്. ഇത് 14.2 ലക്ഷം രൂപയുടെ ഹെറോയിനാണ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. അത് കൂടാതെ പിന്നെ 158 ഗ്രാം ഹെറോയിൻ, അതായത് 50 ലക്ഷത്തോളം വിലമതിപ്പാണ്. 158 ഗ്രാമിന് 50 ലക്ഷമാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. അത് ആ ഒരു 158 ഗ്രാം ഹെറോയിനുമായി ആസാമിൽ നിന്നുള്ള സ്വദേശി ഹുസൈൻ സഹിറുൽ ഇസ്ലാമും കഴിഞ്ഞ തിങ്കളാഴ്ച പിടിയിലായിരുന്നു. അത് ഓഗസ്റ്റ് 10-ാം തീയതി 2 ആസാം സ്വദേശികൾ വേറെയും പിടിയിലായിരുന്നു. ഇവരുടെ കയ്യിൽ 30 ലക്ഷത്തോളം വിലമതിപ്പുള്ള ഹീറോയിൻ പെരുമ്പാവൂരിൽ നിന്നാണ് ഇവരെയും പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഒരു കേരളമൊട്ടാകെയുള്ളൊരു കണക്ക് തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ട് എക്സൈസ് വകുപ്പ്. അവർ പറഞ്ഞിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് പിടികൂടിയ ഗ്രാമം 1.41 ഗ്രാമാണ് പിടികൂടിയത്. തിരുവനന്തപുരത്ത് നിന്ന് 0.5 ഗ്രാമാണ് പിടികൂടിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ആലപ്പുഴയിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. വയനാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഈ പ്രദേശങ്ങളിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. അതേസമയം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. 437 ഗ്രാം ആണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് മലപ്പുറത്ത് നിന്ന് 11.5, ഇടുക്കിയിൽ നിന്ന് 0.1, എറണാകുളത്ത് 441, ഇത്രയും ഗ്രാമാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കോട്ടയമാണ് 61 ഗ്രാം. എന്തായാലും ഇത് വ്യാപകമായി കേരളത്തിൽ പടരുന്നുണ്ട്. ഈ ഒരു ഹെറോയിൻ ഹെറോയിൻ്റെ കച്ചവടം വ്യാപകമായിട്ട് പടരുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് കണക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ജനുവരിയിൽ 10.5 ഗ്രാം ആയിരുന്നെങ്കിൽ അത് ഓരോ മാസം കഴിയുമ്പോഴും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫെബ്രുവരിയിൽ അത് 34.5 ഗ്രാം എന്ന് പറഞ്ഞ കച്ചവടത്തിലേക്ക് നീങ്ങി, പിടിക്കപ്പെട്ട ഇതാണ് പറയുന്നത്. മാർച്ചിൽ അത് 66.1 ഉയർന്നു. ഏപ്രിലിൽ അത് 60.5 നിന്നു. പിന്നെ മെയ്യിൽ 37.1 തിരിച്ചു വന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് പോലീസ് ഇതിനോടൊപ്പം തന്നെ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കുന്നത് കൊണ്ടാണ് ഈ കുറവ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പിടിക്കപ്പെടുന്ന ക്വാണ്ടിറ്റിയുടെ കുറവ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളത്. കാരണം കേരള പോലീസ് അല്ലെങ്കിൽ എക്സൈസ് പിടികൂടുന്ന അവരുടെ തെരച്ചിൽ നിന്ന് കിട്ടുന്നതാണ് ഈ പറയുന്നത്. പിടിക്കപ്പെടുന്നതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ പറയുന്നത്, അല്ലാതെ ഒരു കച്ചവടം നടന്നതിൻ്റെ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ഇവർ കുറച്ചും കൂടെ ജാഗരൂകരായി, ഈ ഹെറോയിൻ ഇതുപോലെ കച്ചവടം ചെയ്യുന്നവർ കുറച്ചും കൂടെ, ഡീലേഴ്സ് കുറച്ചും കൂടെ ജാഗരൂകരായിട്ട്
ഇത് ചെയ്യുന്നുണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം പൂർണ്ണമായി ഇതെന്തായാലും സംസ്ഥാനം വിട്ട് മാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന്, ഇവരെങ്ങനെയാണ് ഇത് കടത്തുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ആസാമിൽ നിന്ന് ഇത് ചെറിയ പ്ലാസ്റ്റിക് സോപ്പ് പെട്ടികളിലായിട്ട് ഇത് അവർ ഒരു ചെറിയ പ്ലാസ്റ്റിക് സോപ്പ് പെട്ടികൾ വാങ്ങിക്കും. അതൊരു കുറച്ച് ഒരു ബൾക്കായിട്ട് അവർ വാങ്ങിക്കുന്നത്, ഒരു 10-80,000 രൂപയ്ക്കൊക്കെയാണ് അവർ വാങ്ങിക്കുന്നത് ഈ സോപ്പ് പെട്ടികൾ. എന്നിട്ട് അതിൽ ഈ ഹെറോയിൻ സബ്സ്റ്റൻസ് അകത്ത് വെച്ചിട്ട് അത് ഈ ചെറിയ എന്താ പറയുക, ഒരു ചെറിയ ബോട്ടിലുകളായിട്ട് ഇവർ വിൽക്കും. അപ്പോൾ ഒരു ബോട്ടിലിന് 2,000 മുതൽ 3,000 രൂപയോളം ആണ് വില. അപ്പോൾ അങ്ങനെ ആണിത് വിൽക്കുന്നത്. പോലീസ് പുറത്ത് വിട്ടിരുന്ന വിവരങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ എന്താ പറയുക, ഈ പിടിക്കപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ മുൻപ് പോലീസ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്, പിടിക്കപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ മുൻപ് പലതവണ വിജയകരമായി ഇത് എന്താ പറയുക കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആയിട്ടുള്ള സുരേഷ് ആണ് എറണാകുളത്തെ, അദ്ദേഹമാണ് പറയുന്നത് ഇത് എന്താണ് ഓണത്തിന് മുമ്പ് തെരച്ചിൽ ഊർജിതമാക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അപ്പം അത്തരത്തിൽ പദ്ധതികൾ ഊർജിതമാക്കുന്നതിനോടൊപ്പം തന്നെ അതാണ് ഈ ഡീലേഴ്സും കുറച്ച് ജാഗരൂകരാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി, പോലീസ് ഇത്തരത്തിലുള്ള ആസാമിൽ നിന്നും ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളിലൂടെ ഇവിടെ ഇത് എന്താ പറയുക, ഇത് കടത്താനുള്ള ഒരു നീക്കം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കി, എക്സൈസ് മനസ്സിലാക്കി, ഇത് ഡീലേഴ്സും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരും അവരുടെ രീതികൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് ഊർജിതമായ തെരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. ട്രെയിനുകളിലും ബസ്സുകളും കേന്ദ്രീകരിച്ച് ബസ് സ്റ്റോപ്പ്, എയർപോർട്ട്, ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനുകൾ, ഇവിടെ എല്ലാം തന്നെ തെരച്ചിലുകൾ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം തന്നെ പരിശോധനകൾ നടത്താനും ഊർജിതമായിട്ടുള്ള എന്താ പറയുക വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്താനും പോലീസും എക്സൈസും തുനിയുകയാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സിറിഞ്ച് ഉപയോഗം നടക്കുന്നത് കൊണ്ട് ഈ സിറിഞ്ച് വഴിയാണ് ഇത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു HIV പേഷ്യൻ്റ് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിറിഞ്ച് വഴി മറ്റ് ഒരാൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്കും ഇത് HIV പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ HIV പേഷ്യൻസിന് ഇങ്ങനെയാണ് ഇത് പടരുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹെറോയിൻ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഉപയോഗത്തിലൂടെ HIV നേടിക്കഴിഞ്ഞാൽ HIV അദ്ദേഹത്തിന് പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് വ്യക്തികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഈ HIV അവർക്കും പടരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഹീറോയിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു അപകട സാധ്യത സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഹീറോയിൻ്റെ ഉപയോഗത്തിലൂടെ. അതുകൊണ്ട് തന്നെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും നമ്മുടെ പോലീസും പിന്നെ എക്സൈസും ചേർന്ന് വ്യാപകമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അതിനോടൊപ്പം തന്നെ KSACSൻ്റെ ക്യാമ്പയിനും നടക്കുന്നുണ്ട്. അതായത് ഈ ഡി അഡിക്ഷൻ ക്യാമ്പുകളും മറ്റും, അതായത് ഇതിൻ്റെ ഉപഭോക്താക്കളെ കണ്ടെത്തി അവരെ ഈ പറയുന്ന അവർക്ക് ഡി അഡിക്ഷൻ ക്യാമ്പുകളിലേക്ക് അവരെ കൊണ്ടുപോയി ഇത്തരത്തിൽ റീഹാബിലിറ്റേഷൻ നടത്താനും ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്.